ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. കർത്താവിന് കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾ വന്ന് അവരോടുകൂടെ വാസമുറപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 തിരുലിഖിതം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇന്ന് കുടുംബങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ. കാരണം എന്താ? ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലില്ല. കൂടെ രോഗപീഠകൾ, പെട്ടെന്നുള്ള മരണം, അപകടങ്ങൾ, ആത്മഹത്യകൾ, അതുപോലെ ഒരു മംഗളകാര്യം വീട്ടിൽ നടക്കാൻ പറ്റുന്നില്ല, വിവാഹ തടസ്സം, ജോലി തടസ്സം, മക്കൾ ജനിക്കുന്നില്ല. ഇങ്ങനെ തടസ്സങ്ങളുമേൽ തടസ്സം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ തടസ്സങ്ങളുണ്ടാവും. കർത്താവേ, ആ തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ഓരോന്ന് അനുസരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണം. മക്കൾ ജനിക്കട്ടെ, വിവാഹ തടസ്സം മാറട്ടെ, വീട് പണി നടക്കട്ടെ, എല്ലാ കടബാധ്യതയുമേൽ കർത്താവേ അവിടെ പ്രവർത്തിക്കണമേ. ജോലി തടസ്സങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗത്തിനുമേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.